ഹായ്, സിന്ധു സ്പൈസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഇവിടെയും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇനി നമുക്ക് നല്ല അടിപൊളി ഒരു ചോറിന് കൂട്ടാൻ പറ്റിയ വെളുത്തുള്ളി വെച്ചിട്ടുള്ള നല്ല അടിപൊളി ഒരു റെസിപ്പി ഉണ്ടാക്കാം. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം. ഓക്കെ. നമുക്കിന്ന് ചോറിന് ഒരു സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു നല്ല ഒരു റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് നമ്മൾ കുറച്ച് വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് 4ആയിട്ടും 2ആയിട്ടും ഒക്കെ മുറിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് കുറച്ച് പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില. ഇനി ഇത് നമ്മളിത് ഉണ്ടാക്കുന്ന സമയത്ത് ബാക്കിയുള്ള പൊടികളും ചേരുവകളും ഒക്കെ നമുക്ക് നോക്കാം. വെച്ചിട്ടുണ്ട്, ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിക്കാം. ഇത് നല്ലെണ്ണ വേണമെങ്കിൽ ഒഴിക്കാം, അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. ആദ്യം നമുക്ക് വെളുത്തുള്ളി ഒന്ന് വഴറ്റേണ്ടതുണ്ട്. അപ്പോൾ ഒരു ഇച്ചിരി കൂടുതൽ എണ്ണ ഒഴിക്കാം, ഇത്ര മതി. ഇത് ഒരു ഹാഫ് ബ്രൗൺ കളറാകുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് പച്ചമുളകും കൂടി ഇട്ടേക്കാം. അപ്പോൾ ഒരുമിച്ച് കിടന്നതൊന്ന് വഴന്ന് വരട്ടെ. നമ്മുടെ വെളുത്തുള്ളി നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്, ചെറിയ ബ്രൗൺ കളറും ആയിട്ടുണ്ട്, പിന്നെ ഒന്ന് വെന്തിട്ടുമുണ്ട്. അപ്പം നമ്മളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള വെളുത്തുള്ളി നമുക്ക് ചേർക്കാം കേട്ടോ. ഞാനിപ്പം ഒരു കപ്പോളം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര എടുത്തിട്ട് അതിനനുസരിച്ചുള്ള ചേരുവകളാണ് ചേർക്കേണ്ടത് കേട്ടോ. അപ്പം നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. നമ്മൾ ഈ വെളുത്തുള്ളി നമ്മൾ മാറ്റി വെച്ചപ്പം കുറച്ച് എണ്ണ അതിനകത്തിൽ മിച്ചം വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇച്ചിരി കടുക് പൊട്ടിക്കാം. കറിവേപ്പില ഇടാം. ഈ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യുവാണ്, കാരണം ഇതിലേക്ക് നമുക്ക് മുളക് പൊടിയൊക്കെയാണ് ഇടേണ്ടത്. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായിരിക്കുകയാണ് ഈ ചീനിച്ചട്ടി. ഇതിലേക്ക് ഞാൻ ഒരു 3/4 ടേബിൾ സ്പൂണാണ് കേട്ടോ. നമ്മൾ എടുത്തിരിക്കുന്ന വെളുത്തുള്ളിക്ക് അനുസരിച്ച് വേണം മുളക് പൊടി ചേർക്കാൻ. ഇതൊരു ഞാൻ 3/4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്, അത് ഇടുകയാണ്. ചീനിച്ചട്ടി അടുപ്പ് ചൂടാക്കിയിട്ടില്ല കേട്ടോ, ഇത് ഇട്ടിട്ടാവട്ടെ എന്ന് വിചാരിച്ചു. ലേശം മഞ്ഞൾപ്പൊടി. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് സ്റ്റൗ ഓണാക്കാം. അപ്പോൾ ആ മുളക് പൊടിയുടെ ആ ഒരു കുത്തലൊന്ന് മാറുന്നിടം വരെ നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ലേശം പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ലേശം ഉപ്പിടാം. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പുണ്ടോ നോക്കിയിട്ടിടാം. ഇപ്പം ഞാൻ ലേശം ഉപ്പ് ചേർക്കുക. അതും ഒന്ന് ഇളക്കി കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ മുമ്പ് വഴറ്റി വെച്ച വെളുത്തുള്ളി ചേർക്കുവാണ്. തീ കുറച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇതിനകത്തിൽ നമുക്ക് മുന്നിട്ട് നിൽക്കേണ്ടത് ഇച്ചിരി പുളിയാണ് മുന്നിട്ട് നിൽക്കേണ്ടത് കേട്ടോ. നമ്മൾ ഇതിനകത്തിൽ പുളിക്ക് വിനാഗിരി ചേർക്കുന്നില്ല. അപ്പോൾ ആ വിനാഗിരിക്ക് പകരം നമുക്ക് ഇതിലേക്ക് പുളിയാണ് ആവശ്യം. അപ്പം നല്ല കൊഴുപ്പും കിട്ടും. അതുകൊണ്ട് നമുക്ക് പുളി ആ ഒരു ആവശ്യത്തിനനുസരിച്ച്, ആ ടേസ്റ്റിനനുസരിച്ച് നമ്മൾ ചേർക്കണം. അപ്പോൾ ലേശം പുളിയും കൂടെ പുളിവെള്ളം കൂടി ഇതിനകത്തേക്ക് ചേർക്കുകയാണ് കേട്ടോ.
അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമ്മുടെ ആ ഒരു ടേസ്റ്റിനനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് 2-3 ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കാനുണ്ട്. അതും കൂടെ നമുക്ക് നോക്കാം എന്താണ്. ഇത് ശർക്കര പാനിയാണ്. ഈ ശർക്കര പാനി കൂടെ നമ്മളിതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് റെഡിയാകാൻ വേണ്ടിയിട്ട് ശർക്കര പാനി കൂടി ചേർക്കുകയാണ്. എരിവും പുളി ഉപ്പ് എല്ലാം ഒന്ന് ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശർക്കര പാനി കൂടെ ചേർക്കുകയാണ്. അപ്പോൾ അത് ടേസ്റ്റ് നമ്മൾ ശർക്കര മധുരം കൂടിപ്പോകരുത്. അപ്പം നമ്മളത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിന് വേണ്ടി മാത്രം ചേർക്കുക. ഇനി ഇതിലേക്ക് ലേശം നമ്മുടെ കായപ്പൊടി ചേർക്കുവാണ് കേട്ടോ. കായപ്പൊടി ലേശം ചേർത്തു. ലേശം ഉലുവാപ്പൊടി കൂടി ചേർത്തു. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചിട്ട് സ്റ്റൗ ഓഫ് ചെയ്തേക്കാം. അപ്പം നമ്മളിത് വാങ്ങുന്നത് ഒന്ന് ലൂസായിട്ടുള്ള രീതിയിൽ വേണം നമുക്ക് വാങ്ങിയെടുക്കാനായിട്ട്. അത് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് ഒന്ന് കട്ടിയാകും, ഒന്ന് കുറുകി വരും. അപ്പോൾ ആ ഒരു ലൂസ് അതിനനുസരിച്ച് ഇട്ടിട്ട് വേണം നമുക്കത് തീ ഓഫ് ചെയ്യാനായിട്ട്. ഉപ്പൊക്കെ നോക്കണം, ടേസ്റ്റിനനുസരിച്ച് ഇടണം. അപ്പം നമ്മളിത് തീ ഓഫ് ചെയ്തു. അപ്പോൾ ഈ ഒരു പാകത്തിന് വേണം ഒന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾക്ക് ഇച്ചിരി അതൊന്ന് കുറുകി പോയി എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഇച്ചിരി വെള്ളം ചൂടാക്കി നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ച് അതൊന്ന് ലൂസാക്കുക. അങ്ങനെ ലൂസാക്കുമ്പോൾ നമ്മൾ ഉപ്പും പിന്നെ ഇതിൻ്റെ ചേരുവകളെല്ലാം ഒന്ന് കറക്റ്റ് ആണോ എന്നുകൂടെ നോക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് ശർക്കരപ്പാനി ചേർക്കുമ്പോഴും ഒരു മധുരം കൂടെ ലേശം നിൽക്കണം. അപ്പം എന്നാൽ കൂടി പോവുകയും ചെയ്യരുത്. ആ ഒരു രീതിയിൽ ചേർക്കുക കേട്ടോ. അപ്പോൾ നമ്മളുടെ രുചികരമായ വെളുത്തുള്ളി കൊണ്ടുള്ള ഒരു സൈഡ് ഡിഷ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തുള്ള ചേരുവകൾ ഉലുവയുടെ ടേസ്റ്റ്, കായത്തിൻ്റെ ടേസ്റ്റ്, പിന്നെ ശർക്കരപ്പാനിയുടെ ടേസ്റ്റ്, പുളിയുടെ ടേസ്റ്റ് എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യണം. അപ്പോഴാണ് ഇതിൻ്റെ ശരിക്കുള്ള ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതൊരു ദിവസം ഒന്ന് വെച്ചിരുന്നിട്ട് വേണം നമ്മളിത് കഴിക്കാനായിട്ട്, ചോറിന് കഴിക്കാനായിട്ട്. അപ്പോഴാണ് ഇതിൻ്റെ ശരിക്കുള്ളൊരു ടേസ്റ്റ്, വെളുത്തുള്ളിയുടെ എല്ലാ ടേസ്റ്റും എല്ലാം ഒന്ന് ഇറങ്ങി എല്ലാം കൂടെ ഒന്ന് പാകമായിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ.